ആന്റണിക്ക് ലാൽ സാർ ചെയ്യുന്നതിനകത്ത് ഒരു ചെറിയ ഹീറോയിസം വേണം. ഹീറോയിസം എന്ന് പറയുന്നതിന് പല ഫോമുണ്ട്. ആക്ഷനിലൂടെ ഉണ്ട്, നേരിനകത്ത് ഹീറോയിസം ഉണ്ട്, ദൃശ്യത്തിനകത്ത് ഹീറോയിസം ഉണ്ട്. അതിന്റെ ഫോം വേറെയാന്ന് മാത്രമേ ഉള്ളൂ. ജിത്തു മാത്രം ഇന്റർവ്യൂവിലെല്ലാം ഇതിൽ സസ്പെൻസ് ഇല്ല, ഇതിൽ ട്വിസ്റ്റ് ഇല്ല, ഇതിൽ ടേൺസ് ഇല്ല. ഞാൻ ഇപ്പോഴേ പറയുകയാണെന്ന് ഇത്രയും തൊഴുത് പറയേണ്ട കാര്യം എന്താ? അതിന്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊന്നും ഇല്ല ഇതില്. നമ്മൾ ഇവന്റ്സ് എടുക്കുമ്പോൾ ഒരു ഹീറോ അമാനുഷികനായിട്ടുള്ള ഒരാളല്ല, അതുകൊണ്ട് ഓർഗാനിക് ആയിട്ടുള്ള ഇവന്റ്സ് ആണ് നമുക്ക് വേണ്ടത്. അങ്ങനെ ഒരു ടെൻഷനേ വേണ്ട എന്ന് പറഞ്ഞു. അപ്പോൾ ആ ഒരു കോൺഫിഡൻസ് ആണ് എനിക്ക് ത്രൂ ഔട്ട് ഈ പ്രോസസ്സിൽ. ദൃശ്യം എന്നുള്ള സിനിമയിൽ സ്റ്റാർഡം എന്ന് പറയുന്നതല്ല, ഒരു കമ്മിറ്റ്മെൻ്റ് ആണ് അയാളുടെ. അയാൾ അതിലേക്ക് ഒരു കമ്മിറ്റഡ് ആയിട്ട് മാറുകയാണ്. അയാൾക്ക് അതിൻ്റെ സത്യം കണ്ടെത്താൻ, അല്ലെങ്കിൽ അയാളുടെ ഫാമിലിയെ രക്ഷിക്കണം. അതുപോലെ ഇതൊരു വലിയ കമ്മിറ്റ്മെൻറ്റ് ഏറ്റെടുക്കുന്ന ഒരു അഭിഭാഷകൻ്റെ റോളാണ്. അപ്പം അത് സ്റ്റാർഡം എന്നുള്ള കാര്യം മാറ്റി നിർത്തിയിട്ട് ആ ക്യാരക്ടറായിട്ട് പോകാൻ ഒരുപാട് സാധ്യതകളുള്ള സിനിമയാണ്. നമ്മളത്രയും ആരാധിക്കുന്ന ആൾക്കാർ നമ്മുടെ മുന്നിൽ നിന്ന് പെർഫോം ചെയ്യുന്ന കാണുന്നതെന്ന് പറയുമ്പോൾ ഭയങ്കര ഹാപ്പിയാണ് ഇതൊക്കെ കാണുന്ന സമയത്ത്. അപ്പോൾ അതേപോലെ തന്നെ എനിക്ക് ലാൽ സാറൊക്കെ സിദ്ദിഖൊക്കെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഡയലോഗ് ആ വാക്കുകളൊക്കെ പറഞ്ഞ സമയത്ത് ഞാൻ അമ്മയെന്ന് പറഞ്ഞ് ഞാനിങ്ങനെ നോക്കി നിന്നിട്ടുണ്ട് സൈഡിൽ നിന്ന്. ഇപ്പൊ ദൃശ്യം വന്നു കഴിഞ്ഞ് കഴിഞ്ഞപ്പം എന്നോട് കൃത്യമായ ഉത്തരമല്ല ഇപ്പോഴത്തെ ഉത്തരം. നമ്മൾ പിന്നെ അത് അല്ല, അത് പറയുന്നതുകൊണ്ട് അങ്ങനെ അങ്ങ് പോകും. അർത്ഥമുണ്ടല്ലോ, അത് എന്തോ കൂടെ കിട്ടാറുണ്ട്. അതാണ് അപ്പൊ ആ നല്ലൊരു സാധനം പറഞ്ഞു, അതിനു വേണ്ടിയാ വെയിറ്റ് ചെയ്യുന്നത് അല്ലേ? നമ്മൾ പണ്ട് ചോദിക്കലേ സാധനം കയ്യിലുണ്ടോ? നമസ്കാരം. പ്രേക്ഷകർ ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന നേര് എന്ന ചിത്രത്തിൻ്റെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാനാണ് ഞങ്ങളെല്ലാവരും ഇവിടെ എത്തിയിരിക്കുന്നത്. ഇതൊരു അഭിമുഖം എന്നതിനപ്പുറം ഇതൊരു ചർച്ചയാണ്. ആർക്ക് വേണമെങ്കിലും ആരോട് വേണമെങ്കിലും ചോദ്യങ്ങൾ ചോദിക്കാം. അതാണ് ഞങ്ങളുടെ ഫോർമാറ്റ്. എന്നാൽ ഒരു തുടക്കത്തിന് നിലയ്ക്ക് ഈ ചിത്രം കമ്മിറ്റ് ചെയ്യുമ്പോൾ എന്തായിരുന്നു മുന്നിൽ വന്ന ഏറ്റവും വലിയ ചാലഞ്ച്? എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഒരു ആഗ്രഹം ഒരു ഒത്തൻറ്റിക് കാർട്ടൂൺ ഡ്രാമ എന്നുള്ളതായിരുന്നു ആഗ്രഹം. പക്ഷേ അതിനകത്തുള്ള പ്രോബ്ലം എന്ന് വെച്ചാൽ ഞാൻ ശാന്തിയായിട്ട് ഇത് കമ്മ്യൂണിക്കേറ്റ് ചെയ്തപ്പം എനിക്കതുകൊണ്ട് തന്നെ മാക്സിമം ഒരു കേസിൻ്റെ പ്രൊസീജിയേഴ്സ്, കോടതി രംഗങ്ങൾ, കാരണം ഒത്തിരി ആൾക്കാർ കോടതി കണ്ടിട്ടില്ല. അപ്പോൾ ആ കോടതിയിലേക്ക് തിയേറ്ററിൽ ഇരിക്കുമ്പോൾ അവർക്ക് ഇങ്ങനെയാണല്ലേ കോടതി, കാരണം സിനിമയിൽ കാണുന്ന കോടതികൾ സാധാരണ അങ്ങനെയല്ല. അപ്പോൾ അത് കൊണ്ടുവരിക എന്നുള്ളതാണ്. ശാന്തിയായിട്ടുള്ള ഡിസ്കഷനിൽ ശാന്തി ആദ്യം പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞു ഇതാണ് കേസ്, ഇതിനെ താനാണ് ഈ കേസ് വാദിക്കുന്നതെങ്കിൽ എങ്ങനെയൊക്കെ ആയിരിക്കും, അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു കാര്യങ്ങൾ പോകുന്നത്, പോലീസ് അറസ്റ്റ് ചെയ്ത് അതിൻ്റെ ഓരോ പ്രൊസീജിയേഴ്സ് വിശാലമായിട്ട് അങ്ങ് എഴുതിക്കോളാൻ പറഞ്ഞു. അപ്പോൾ തന്നെ എന്നോട് പറഞ്ഞു നല്ല ഡ്രൈ ആയിരിക്കും കിട്ടുന്നു. അപ്പോൾ പുള്ളി ഒരു പരത്തി അങ്ങ് എഴുതിയും കൊട്ടുന്നു. അവിടെയാണ് ഞാൻ ഫസ്റ്റ് പേടിച്ചു പോയത്. ഇതിനെ എങ്ങനെ ഒതുക്കിയാൽ മാത്രം പോരാ, ഇത് മജോറിറ്റിയും ഒരു കോടതിക്കകത്താണ്. ഇതെങ്ങനെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഇത് ആൾക്കാരെ എൻഗേജിങ് ആയിട്ട് ഇരുത്താൻ പറ്റും, ഇതായിരുന്നു എൻ്റെ ചലഞ്ച്. മോഹൻലാൽ എന്ന ആക്ടറെ സംബന്ധിച്ചിടത്തോളം സ്റ്റാർഡം എന്നുള്ളത് സെക്കൻഡറിയാണ്. ആക്ടർ യൂണിവേഴ്സൽ ആയിട്ട് തന്നെ അക്സെപ്റ്റൻസ് കിട്ടിയിട്ടുള്ള ഒരു ആക്ടർ എന്ന നിലയിൽ ഓരോ സിനിമ കമ്മിറ്റ് ചെയ്യുമ്പോഴും സ്റ്റാർഡത്തിനെ കുറിച്ച് അധികം ചിന്തിക്കാറില്ല. എന്നാൽ സ്റ്റാർഡത്തെക്കുറിച്ച് ഏറ്റവും ചിന്തിക്കുന്ന ഒരു നിർമ്മാതാവാണ് ആൻ്റണി പെരുമ്പാവൂർ. ഈ ബാലൻസ് എങ്ങനെയാണ് സ്ട്രൈക്ക് ചെയ്യുന്നത്, അത് എങ്ങനെയാണ് മാനേജ് ചെയ്യുന്നത് മോഹൻലാൽ? സ്റ്റാർഡം എന്നുള്ളത് പിന്നെ ഒരു ക്രിയേറ്റ് ചെയ്ത് ആൾക്കാർ തരുന്നൊരു പോസ്റ്റാണ്. അല്ലാതെ ബേസിക്കലി നമ്മുടെ ജോലി എന്ന് പറയുന്ന ഒരു പ്രൊഫഷൻ എന്ന് പറയുന്നത് ആക്ടിങ് ആണ്. ഈ സിനിമയെ സംബന്ധിച്ചിടത്തോളം നേരത്തെ ചോദിച്ച പോലെ ഇതൊരു സാധാരണ കേസല്ല. ഒരു കോടതിയിൽ ഒരുപാട് കേസുകൾ വരുന്നുണ്ട്, കൊലപാതക കേസ്, മോഷണ കേസ്, പിടിച്ചുപറി, അങ്ങനെയൊക്കെ. പക്ഷേ ഇതെന്നൊക്കെ വ്യത്യസ്തമായിട്ട് ഈ സിനിമ കാണുമ്പോഴാണ് അറിയുന്നത് ഒരു വളരെ ഒരു പർട്ടിക്കുലറായിട്ടൊരു കേസ് നടന്നു. ആ കേസിൽ പെട്ടിരിക്കുന്ന ആൾക്കാരുടെ വളരെയധികം പ്രത്യേകതകളുള്ള ആൾക്കാരാണ്. അതിലെ പെട്ട ആൾ, അല്ലെങ്കിൽ അതിലെ പ്രതി, അവരൊക്കെ വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ആൾക്കാരാണ്. അതിൽ നിന്ന് ഈ കേസിനെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാം, വളരെയധികം സ്വാധീനമുള്ള ആൾക്കാരാണ്. സ്വാധീനം കോടതിയെ ആയിട്ട് കണക്ട് ചെയ്യാല്ല ഞാൻ പറയുന്നത്. അവർക്ക് ഒരുപാട് പോസിബിലിറ്റീസ് ഉണ്ട്. ആ പോസിബിലിറ്റിയിൽ നിന്ന് ഇതൊരു സത്യം കണ്ടെത്താൻ ശ്രമിക്കുന്ന ഒരു അഡ്വക്കേറ്റിൻ്റെ കഥയാണ്. അപ്പോൾ തീർച്ചയായിട്ടും സ്റ്റാർഡം എന്നുള്ളതിനേക്കാളും കൂടുതൽ നമ്മളെന്താ പറയേണ്ട, ആ സിനിമയ്ക്കിപ്പം ദൃശ്യം എന്നുള്ള സിനിമയിൽ സ്റ്റാർഡം എന്ന് പറയുന്നതല്ല, ഒരു കമ്മിറ്റ്മെൻ്റാണ് അയാളുടെ. അയാൾ അതിലേക്ക് ഒരു കമ്മിറ്റഡ് ആയിട്ട് മാറുകയാണ്. അയാൾക്ക് അതിൻ്റെ സത്യം കണ്ടെത്താൻ, അല്ലെങ്കിൽ അയാളുടെ ഫാമിലിയെ രക്ഷിക്കണം. അതുപോലെ ഇതൊരു വലിയ കമ്മിറ്റ്മെൻറ്റ് ഏറ്റെടുക്കുന്ന ഒരു അഭിഭാഷകൻ്റെ റോളാണ്. അപ്പം അത് സ്റ്റാർഡം എന്നുള്ള കാര്യം മാറ്റി നിർത്തിയിട്ട് ആ ക്യാരക്ടറായിട്ട് പോകാൻ ഒരുപാട് സാധ്യതകളുള്ള സിനിമയാണ്. ആൻ്റണിയായിട്ട് സംസാരിച്ചപ്പോൾ പോലും ആൻ്റണിക്ക് ഈ സിനിമ ഇഷ്ടപ്പെടുന്നത്, ആൻ്റണി അങ്ങനെ സ്റ്റാർഡമിനെ മാത്രം ക്രിയേറ്റ് ചെയ്ത് അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ ഒരുപാട് സിനിമകൾ അതിൽ നിന്ന് മാറിയെടുത്തിട്ടുണ്ട്. ദൃശ്യമായാലും, അല്ലെങ്കിൽ ഞങ്ങളുടെ പരദേശി എന്നുള്ള സിനിമയുണ്ട്, ഒരുപാട് സിനിമകളുണ്ട്. ലാലിനെ വെച്ചൊരു സിനിമ എടുക്കുമ്പോൾ പ്രേക്ഷകൻ എന്ന നിലയ്ക്ക് ചില കാര്യങ്ങൾ കണക്കിലെടുക്കും ആൻ്റണി, പ്രൊഡ്യൂസർ എന്ന നിലയ്ക്ക് ചില കാര്യങ്ങൾ കണക്കിലെടുക്കും, ഒരു ലാൽ ഫാൻ എന്ന നിലയ്ക്ക് ചില കാര്യങ്ങൾ കണക്കിലെടുക്കും. അത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഒരു സുഹൃത്ത് എന്ന നിലയിൽ എനിക്കറിയാം. അത്
ലാൽ സാർ എന്ന് പറയുന്ന ഒരു വലിയ ഒരു ഇമേജ്, ഒരു ബിംബം പോലെ ആൻ്റണിയുടെ മനസ്സിൽ എപ്പോഴും ഉണ്ട്. അപ്പോൾ ഈ പരദേശി അങ്ങനെയുള്ള എന്താ പറയുക നല്ല ആർട്ട് സിനിമകൾ എടുക്കുമ്പോൾ പോലും ലാൽ സാറിൻ്റെ ഇമേജ് ഒരു ആക്ടർ എന്ന നിലയ്ക്ക് ജനങ്ങളിലേക്ക് എത്തിക്കണം എന്നുള്ള ആഗ്രഹങ്ങളെല്ലാം ഉണ്ട്. നേര് എന്ന ചിത്രം അത് നിർമ്മിക്കാൻ തീരുമാനിക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ആൻ്റണിയുടെ മനസ്സിൽ പെട്ടെന്ന് വന്നു? എനിക്ക് ശരിക്കും ഞാൻ മോഹൻലാൽ സാറിൻ്റെ സിനിമകൾ നിർമ്മിക്കുകയും അതിലേക്ക് മുൻപ് ഒരുപാട് സിനിമകൾ കാണുകയും അങ്ങനെ യാത്ര ചെയ്ത് വരുന്ന സമയത്ത് എനിക്ക് ലാൽ സാറിൻ്റെ ഒരു പ്രത്യേക ഒരു എൻ്റെ ഇഷ്ടം എന്താണെന്ന് മലയാളികൾക്ക് എല്ലാവർക്കും അറിയാം. ഞാൻ ഏത് ടൈപ്പ് സിനിമയാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത്, ഞാൻ ആഗ്രഹിക്കുന്ന തലത്തിലുള്ള സിനിമയാണ്. അപ്പോൾ അതുപോലത്തെ യാത്രകളാണ് ഞാൻ കൂടുതലും എൻ്റെ മനസ്സിൽ ചിന്തിച്ച് പോകുന്നത്. ഇപ്പോൾ ലാസ്റ്റ് എനിക്ക് തോന്നുന്നു ഞാൻ ജിത്തുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നതും എനിക്ക് അതുപോലെ തോന്നുന്ന പല കാര്യങ്ങളെക്കുറിച്ച് ഞങ്ങൾ എപ്പോഴും സംസാരിക്കാറുണ്ട്. അപ്പോൾ ജിത്തുവുമായിട്ടുള്ള എൻ്റെ ഒരു സൗഹൃദം തുടങ്ങിയതിന് ശേഷം ജിത്തു എൻ്റെ അടുത്ത് ഒരു കഥയുടെ ഒരു വരി പറയുമ്പോൾ ഞാൻ യാത്ര ചെയ്ത് പോയാൽ എന്നെ വൈകുന്നേരങ്ങളിൽ അല്ലെങ്കിൽ രാത്രികളിൽ എൻ്റെ മനസ്സിനകത്ത് ആ ഒരു വരി എന്നെ ഇങ്ങനെ ഭയങ്കരമായിട്ട് എൻ്റെ മനസ്സിലോട്ട് കയറാറുണ്ട്. അതിപ്പോൾ ഞാൻ ദൃശ്യം എന്ന് പറഞ്ഞ സിനിമ ചെയ്തപ്പോഴായാലും ദൃശ്യം 2 ചെയ്തപ്പോഴായാലും അത് ഏത് സിനിമ ചെയ്യുമ്പോഴായാലും. അപ്പോൾ ഈ സിനിമയുടെ ഒരു വരി എൻ്റെ അടുത്ത് ജിത്തു പറഞ്ഞ് ഇന്നതാണ് ഇതിൻ്റെ ഒരു ലൈൻ എന്ന് പറഞ്ഞു. ഒരു മിനിറ്റിൽ ഒരു ലൈൻ പറഞ്ഞിട്ട് നമുക്കത് ആലോചിക്കുകയാണെങ്കിൽ ലാൽ സാറായിട്ട് സംസാരിക്കാമെന്ന് പറഞ്ഞാൽ പോയപ്പോഴും അതെൻ്റെ ഉള്ളിൽ മനസ്സിനകത്ത് കയറി. അപ്പോൾ ശരിക്കും അങ്ങനെ വരുന്ന സിനിമകൾ എനിക്ക് നിർമ്മിക്കണമെന്ന് എൻ്റെ മനസ്സിനകത്ത് കൂടുതൽ ആഗ്രഹം ഉണ്ടാകാറുണ്ട്. അപ്പോൾ ലാൽ സാറുമായി ഞാൻ സംസാരിക്കണം, നമുക്ക് കേൾക്കാമല്ലോ എന്ന് പറഞ്ഞ് അങ്ങനെയാണ് ഒരു സിനിമയിലേക്ക് യാത്ര ചെയ്യുന്നത്. ആ സിനിമ മോഹൻലാൽ സാർ ആണെങ്കിൽ എങ്ങനെ ആയിരിക്കുമെന്ന് അതിൻ്റെ തുടക്കം മുതൽ അവസാനം വരെ കണ്ടു കഴിയുമ്പോൾ അതിനകത്തും എനിക്ക് ഞാൻ ആഗ്രഹിക്കുന്ന പോലെ ഒരു ഹീറോ ആ സിനിമയിൽ ഉണ്ടാകുന്നു എന്ന് തോന്നുമ്പോഴാണ് ഞാൻ അതുപോലുള്ള സിനിമകൾ നിർമ്മിക്കുന്നത്. കാണാൻ ആഗ്രഹിക്കുന്ന സിനിമയായിരിക്കും. അങ്ങനെ ഒരുപാട് സിനിമ, ഒപ്പം എന്ന് പറയുന്ന സിനിമ പോലും അതിനൊരു ഉദാഹരണമാണ്. അങ്ങനെ ഒരുപാട് സിനിമകൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു റൈറ്റർ എന്ന നിലയിൽ ശാന്തിയെ സംബന്ധിച്ചിടത്തോളം ഈ സ്റ്റാർഡം ഈസ് എ ഗ്രേറ്റ് ആക്ടർ, സൂപ്പർ സ്റ്റാർ, ഇത് രണ്ടും കൂടെ എങ്ങനെ ക്ലബ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും എന്ന് വിചാരിച്ചു? അങ്ങനെ ഒരു വിചാരം ഉണ്ടായിരുന്നില്ല. കാരണം എന്നെ സംബന്ധിച്ച് പുതിയൊരാളാണ്, ഒരു ലേണിംഗ് പ്രോസസ്സാണ്. എനിക്ക് സിനിമയായിട്ട് അധികം ബന്ധമില്ല. സാർ ആദ്യമായിട്ട് ഇതിൻ്റെ ആശയം പറയുന്നു, എഴുതാമോ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ LLB പഠിച്ചിറങ്ങി ഒരു കേസ് വാദിക്കാമെന്ന് ചോദിക്കുന്ന പോലെയാണ്. എനിക്ക് ചെയ്യാമെന്ന് പറയും, കാരണം എനിക്കറിയില്ല. അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞു പിന്നെന്താ എഴുതാമല്ലോ എന്ന് പറഞ്ഞു. എഴുതി 1 ലൈനും സ്ക്രീൻ പ്ലേ ഒക്കെ സാറിൻ്റെ കൂടെ ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞ് സ്ക്രിപ്റ്റിലേക്ക് ശരിക്കും ഡയലോഗ്സിലേക്ക് കയറുമ്പോഴാണ് ഇതിൻ്റെ ഒരു സ്ട്രഗിളിങ്ങിലേക്ക് ഞാൻ വരുന്നത്. അതും വല്ലാത്തൊരു സ്ട്രഗിളായിരുന്നു. സാർ എപ്പോഴും എൻ്റെ കൂടെ ഇരുന്നിട്ട് സാറ് പറയുന്ന ഒറ്റ കാര്യമുള്ളൂ, നമ്മൾ ഇവൻറ്റ്സ് എടുക്കുമ്പോൾ ഒരു ഹീറോ അമാനുഷികനായിട്ടുള്ള ഒരാളല്ല, അതുകൊണ്ട് ഓർഗാനിക് ആയിട്ടുള്ള ഇവൻറ്റ്സ് ആണ് നമുക്ക് വേണ്ടത്. അങ്ങനെ ഒരു ടെൻഷനേ വേണ്ട എന്ന് പറഞ്ഞു. അപ്പോൾ ആ ഒരു കോൺഫിഡൻസ് ആണ് എനിക്ക് ത്രൂ ഔട്ട് ഈ പ്രോസസ്സിൽ. പലപ്പോഴും അഡ്വക്കേറ്റ് വിജയ് മോഹൻ എന്ന് പറഞ്ഞ ക്യാരക്ടറിനും ഓപ്പോസിറ്റ് വരുന്ന ക്യാരക്ടേഴ്സിനും എല്ലാം നിങ്ങൾ ഇത് ലാലേട്ടന് വേണ്ടി, ഇത് ഇന്ന ആൾക്ക് വേണ്ടി എന്ന് ഒരിക്കലും അങ്ങനെ ഒരു പ്രശ്നങ്ങൾ ഉണ്ടായിട്ടില്ല. അനശ്വര ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ പ്രേക്ഷകരുടെ മനസ്സിൽ ഇടം പിടിച്ച് കഴിഞ്ഞു. ഈ സെറ്റിൽ വരുമ്പോൾ ഒരു കൂളായിട്ടുള്ള ഒരു അനശ്വരയാണ് കണ്ടത്. ഈ റോള് വളരെ ടഫ് റോളാണ്, പക്ഷേ അത് കൈകാര്യം ചെയ്യേണ്ട അയ്യോ ഇത്രയും ടഫ് റോളാണല്ലോ എന്നൊരു ഭാവം ഒന്നും മുഖത്തൊരിക്കലും കണ്ടിട്ടില്ല. അത് അനായാസമായിട്ട് തന്നെ കൈകാര്യം ചെയ്തിട്ട് എനിക്ക് കോമ്പിനേഷൻ ഉണ്ടായിരുന്നു. അതുകൊണ്ട് എനിക്ക് കൂടുതൽ പറയാൻ കഴിയും. വളരെ കൂളായിട്ട് അഭിനയിക്കാൻ കഴിഞ്ഞു എന്നാണ് എൻ്റെ വിശ്വാസം. ഈ കോൺഫിഡൻസിന് പിന്നിൽ സത്യം പറഞ്ഞാൽ എനിക്ക് ആദ്യം നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. ജിത്ത് സാറ് കഥ പറഞ്ഞപ്പോഴും ഭയങ്കര ഹാപ്പി ആയിരുന്നു. അങ്ങനത്തെ ഒരു റോള് നമുക്ക് ചെയ്യാൻ പറ്റുക, അങ്ങനത്തെ ഒരു ആർട്ടിസ്റ്റിന് അങ്ങനത്തെ ഒരു സ്പേസ് കിട്ടുക എന്നൊക്കെ പറയുന്നത് ഭയങ്കര ഹാപ്പി ആയിരുന്നു. അപ്പോൾ ഒരു ഫസ്റ്റ് സീൻ കഴിഞ്ഞിട്ട് സാറിനോട് ചോദിക്കുമ്പോൾ സാർ എനിക്കൊരു തംസപ്പ് തന്നു, അതായത് ഓക്കെ ആണ്, ഈ മീറ്റർ ഓക്കെ ആണ് എന്ന രീതിയിൽ സാർ തംസപ്പ് എനിക്ക് കോൺഫിഡൻ്റ് ആയി. ഇത്രയും ആൾക്കാർ എൻ്റെ ചുറ്റും സീനിയർ ആയിട്ടുള്ള ആക്ടേഴ്സും ഡയറക്ടറുമാണ്. അപ്പോൾ അവരുടെ കൂടെ പെർഫോം ചെയ്യുക. അപ്പം ലാൽ സാറാണെങ്കിൽ കോടതിയിലിരുന്ന് ഈ ഡയലോഗൊക്കെ പറയും, ഈ ടേംസ്, ഈ ലോയേഴ്സിൻ്റെ ഈ ടേംസ് ഒക്കെ എനിക്കൊന്നും സ്വപ്നം പൂർത്തീകരിക്കാൻ പറ്റില്ല. ഇങ്ങനെ കടിച്ചപ്പെട്ടാത്ത വാക്കുകളൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഞാനിങ്ങനെ നോക്കി നിന്നിട്ടുണ്ട്. അതുപോലെ സിദ്ദിഖൊക്കെ ആണെങ്കിലും ഇപ്പം ജഗദീഷ് ആണെങ്കിൽ പോലെ തന്നെ മുന്നിൽ നമ്മളിങ്ങനെ പെർഫോം ചെയ്യുന്നതൊക്കെ കാണുമ്പോൾ ഭയങ്കര അതിശയമാണ്. നമ്മൾ കണ്ട് വളർന്ന എന്താ പറയുക, നമ്മളത്രയും ആരാധിക്കുന്ന ആൾക്കാർ നമ്മുടെ മുന്നിൽ നിന്ന് പെർഫോം ചെയ്യുന്നത് കാണുന്നതെന്ന് പറയുമ്പോൾ ഭയങ്കര ഹാപ്പിയാണ് ഇതൊക്കെ കാണുന്ന സമയത്ത്. അപ്പോൾ അതേപോലെ തന്നെ എനിക്ക് ലാൽ സാറൊക്കെ സിദ്ദിഖൊക്കെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഡയലോഗ് ആ വാക്കുകളൊക്കെ പറയുന്ന സമയത്ത് ഞാൻ അമ്മയെന്ന് പറഞ്ഞ് ഞാനിങ്ങനെ നോക്കി നിന്നിട്ടുണ്ട് സൈഡിൽ നിന്ന്. അപ്പം അവരെടുക്കുന്നൊക്കെ എനിക്ക് കുറേ കാര്യങ്ങൾ എനിക്ക് പഠിക്കാൻ പറ്റിയിട്ടുണ്ട്, കുറേ കാര്യങ്ങൾ. ഓക്കെ, ഈ ചിത്രത്തിൽ വളരെ മനോഹരമായിട്ടുള്ളൊരു പെർഫോമൻസ് സിദ്ദിഖിൻ്റെ ഭാഗത്തു നിന്നുണ്ട്. സിദ്ദിഖ് അഡ്വക്കേറ്റ് ആയിട്ട്, പ്രിയാമണി എടുത്ത് പറയേണ്ട പ്രിയാമണി വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു റോള്, വളരെ പവർഫുൾ റോളാണ്, നല്ല രീതിയിൽ കൈകാര്യം ചെയ്തിട്ടുണ്ട്. ഇതിലുപരി ജഗദീഷ് ചെയ്തിരിക്കുന്ന ഏറ്റവും വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള
അല്ലേ? ഞാൻ തീർച്ചയായിട്ടും ഞാൻ കോട്ടിൻ്റെ അകത്തെ സീനൊക്കെ കണ്ടു. വളരെ വ്യത്യസ്തനായ ഒരു ജഗദീഷിനെയാണ് നമ്മൾ അതായത് ഒന്നും ചെയ്യാൻ പറ്റില്ല, ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരു നിസ്സഹായാവസ്ഥ. എല്ലാവരും നിസ്സഹായാവസ്ഥയിലുള്ളവരാണ്. അതിൽ നിന്നത് തിരിച്ചു വരിക എന്ന് പറയുന്നത് വലിയൊരു ഒരു എന്താ പറയണ്ടേ, ഒരു ചലഞ്ചിങ് ആയിട്ടുള്ള റോൾ തന്നെയാണ് നിങ്ങളുടെ. അതിനെക്കുറിച്ച് പറയുമ്പോൾ എനിക്ക് സന്തോഷം തോന്നിയ ഒരു കാര്യം, ഇതിൻ്റെ ഷൂട്ടിംഗ് ഒരു സെക്കൻഡ് പോലും ബോറടിച്ചിട്ടില്ല എനിക്ക്. അതിന് 2-3 ടേക്ക് ആരുടെയെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അത് ഞാൻ അവിടെ തന്നെ ഇരുന്ന് കോർട്ടിൽ ഇരുന്ന് കാണുമ്പോൾ എനിക്ക് ബോറടിച്ചിട്ടില്ല. അത് തന്നെയാണ് എനിക്കൊരു പ്രതീക്ഷ നൽകുന്ന ഒരു കാര്യം. എനിക്ക് ആ ഷൂട്ടിംഗ് കാണിക്കുമ്പോൾ സാറിന് ഒരു സെക്കൻഡ് കഥ അറിയാം, ഇതാണ് കാര്യം എല്ലാം നമുക്കറിയാം. എന്നാൽ പോലും ഷൂട്ടിംഗ് പിന്നെ ഡബ്ബിങ് സമയത്ത് നമ്മൾ താല്പര്യപൂർവ്വം നമ്മൾ ഡബ് ചെയ്യുമ്പോൾ ഡബ് ചെയ്തതിന് ശേഷം നമ്മൾ അസോസിയേറ്റിൻ്റെ അടുത്തൊക്കെ ചോദിച്ചു ശരിയാ. അപ്പോൾ ജിത്തു പറഞ്ഞു ഓക്കെയാണ്, അത് ഓക്കെയാണ് ഒന്നുകൂടെ വേണം, ഒന്നും വേണ്ട ഓക്കെ എന്ന് ജിത്തു പറയുമ്പോഴും നമുക്ക് ഒന്നുകൂടെ വേണമെങ്കിൽ ചെയ്താലോ. അങ്ങനെ തന്നെയായിരുന്നു ഓരോ പ്രാവശ്യം ഡബ് ചെയ്യുമ്പോഴേക്കും. അപ്പൊ ഞാൻ ഇങ്ങനെ ചോദിക്കും, കാരണം എനിക്ക് പുതിയ ആളാണല്ലോ. അപ്പൊ ഞാൻ ചോദിക്കും സാർ ഇത് ഇങ്ങനെയാണോ? നോർമലി ഇവരിങ്ങനെ ചോദിക്കും, ഇവർ ഇത്രയും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആക്ടേഴ്സ് അല്ലേ? ഞങ്ങൾ നുണക്കുഴി ഷൂട്ട് ശ്രദ്ധിക്കാരൻ ഒരു ദിവസം വന്നിട്ട് പറഞ്ഞു നാളെ എനിക്ക് ഷൂട്ടില്ല, ഞാനേ ഒന്ന് പോയിട്ട് ഒരു സീനില്ലേ അത് പുള്ളിക്ക് ഞാനത് ചെയ്ത് ശരിയായി. ഞാൻ പിന്നെ അത് ശ്രദ്ധിക്കട്ടെ, അത് ഓക്കെയാണ്. ഞാൻ പോയിട്ട് ഒന്നുകൂടെ ഒന്ന് ചെയ്തോട്ടെ എൻ്റെ സന്ദർഭം. ഞാൻ പിന്നെ ചെയ്തോളാൻ പറഞ്ഞു. പോയിട്ട് 2 വേർഷൻ അവിടെ ചെയ്തിട്ടു. എന്നിട്ട് പിറ്റേ ദിവസം എൻ്റെ ലൊക്കേഷന് വന്നു ഞാൻ ചെയ്തു. ഞാൻ 3 കണ്ടിട്ട് അത് തന്നെയാണ് ഞാൻ ഓക്കെ പിന്നെ ഞാൻ പോയി കണ്ടപ്പോൾ അത് തന്നെ. അപ്പം ഇവർക്ക് എല്ലാവർക്കും ഏറ്റവും അതാണ് എഫേർട്ട്. നമുക്ക് അതിനകത്തേക്കുള്ള ഇൻവോൾവ്മെന്റ് അതാണ്. അല്ലാതെ നമ്മൾ പറഞ്ഞു ഡയലോഗ് പറഞ്ഞു ഇത് മേടിച്ചു പോയി അതല്ല. അത് ഇനിയും നന്നാക്കണം എന്നുള്ള എഫേർട്ട്. ബേസിക്കലി ഈ സിനിമയിലെ ഒരു ബ്ലസ്ഡ് ഫാക്ടർ അതാണ്. നല്ല കാസ്റ്റിംഗ്, ടാലന്റഡ് ആയിട്ടുള്ള ആർട്ടിസ്റ്റ്, അവരുടെ ഇൻവോൾവ്മെന്റ്, ഇതെല്ലാം. ലാൽ സാർ എപ്പോഴും പറയുന്നൊരു വാക്കുണ്ട്, ഞാൻ സിനിമ വരുന്നതിന് മുമ്പ് കേട്ടിട്ടുള്ള വാക്കാണ്, പക്ഷെ ഇത്രയും കറക്റ്റായിട്ടുള്ള കാര്യങ്ങൾ ഒരു ഇത് സംഭവിക്കുകയാണ്. അതെൻ്റെ കറക്റ്റ് ഇതാകുമ്പോൾ അതങ്ങനെ സംഭവിക്കുകയാണ്. അതാണ് ആന്റണിയുടെ ജഡ്ജ്മെന്റ്. പലപ്പോഴും എനിക്ക് എൻ്റെ അപ്രോച്ചിലൊക്കെ ഞാൻ ചെന്നപ്പോഴൊക്കെ ഇത് തന്നെ ഞാനവിടെ ഇരുന്നുണ്ട്. ഈ 1 മിനിറ്റ് കൊണ്ട് ഞാൻ പറഞ്ഞു ഇതാണ് കഥ. അണ്ണാ എനിക്ക് ഇഷ്ടപ്പെട്ടു, ഞാൻ ലാൽ സാറിനോട് പറയട്ടെ. അവിടെ ഞാൻ ഡിസിഷൻ എടുത്തു, ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞ സാധനം. കാരണം ആസ് എ പ്രൊഡ്യൂസർ അതിനകത്തെ ആ ഇത് കിട്ടി, അതിനകത്തൊരു നല്ല സിനിമ ഉണ്ടാക്കാനുള്ള എലമെന്റ് ഉണ്ടെന്നുള്ളത് മനസ്സിലായി. അപ്പോൾ അതാണ് പറഞ്ഞത്, ലാലിനെ ഈ ആശീർവാദ് സിനിമാസ് ലാലിനെ ഹീറോ ആക്കി എടുക്കുന്ന സിനിമകളെല്ലാം തന്നെ ആക്ഷൻ വേണം, ഫൈറ്റ് വേണം, അതൊന്നും ആന്റണിക്ക് നിർബന്ധമില്ല. അല്ല ഞാൻ ഇന്റർപ്റ്റ് ചെയ്തോട്ടെ. അതിനകത്തൊരു ബേസിക് സാധനമുണ്ട്. ഞാൻ മനസ്സിലാക്കിയത് ആന്റണിക്ക് ലാൽ സാർ ചെയ്യുന്നതിനകത്ത് ഒരു ചെറിയ ഹീറോയിസം വേണം. ഹീറോയിസം എന്ന് പറയുന്നതിന് പല ഫോമുണ്ട്. ആക്ഷനിലൂടെ ഉണ്ട്, നേരിനകത്ത് ഹീറോയിസം ഉണ്ട്, ദൃശ്യത്തിനകത്ത് ഹീറോയിസം ഉണ്ട്. അതിന്റെ ഫോം വേറെയാന്ന് മാത്രമേ ഉള്ളൂ. അതാണ് ആ സാധനം. അപ്പൊ ഇതിനകത്ത് ഇത്രയൊക്കെ നമ്മൾ സംസാരിക്കുമ്പം ഷൂട്ടിംഗ് സമയത്ത് ഭയങ്കര കോൺഫിഡന്റ് ആണ്, നമ്മളിപ്പോൾ ഡബിങ് സമയത്ത് കോൺഫിഡന്റ് ആണ്. ഇപ്പൊ എല്ലാം കഴിഞ്ഞിട്ട് നമുക്കെല്ലാം സന്തോഷമാണ്, 100% കോൺഫിഡന്റ് എന്ന് പറയുന്നത്. ജിത്തു മാത്രം ഇന്റർവ്യൂവിലെല്ലാം ഇതിൽ സസ്പെൻസ് ഇല്ല, ഇതിൽ ട്വിസ്റ്റ് ഇല്ല, ഇതിൽ ടേൺസ് ഇല്ല, ഞാൻ ഇപ്പോഴേ പറയാണെന്ന് ഇത്രയും തൊഴുത്ത് പറയേണ്ട കാര്യം എന്താണ്? അതിന്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ഞാൻ ഇതൊന്നും ഇല്ല ഇതില് ത്രില്ലേഴ്സ് അടുപ്പിച്ചടുപ്പിച്ച് ചെയ്യേണ്ട വന്നു. ലാൽ സാറുമായിട്ടുള്ള പടങ്ങളിൽ ചെയ്തതെല്ലാം ത്രില്ലറും സസ്പെൻസും ഒക്കെ ഉള്ളത്. അപ്പൊ സ്വാഭാവികമായിട്ടും ആൾക്കാരത് എക്സ്പെക്ട് ചെയ്യുമെന്നുള്ള പേടി. ട്രെയിലർ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ലീഗൽ ത്രില്ലർ അങ്ങനെ ഇത് ക്ലൈമാക്സിൽ അങ്ങനെ വരും, ക്ലൈമാക്സിൽ ഒരു സംഭവം ഉണ്ടാകും, ജിത്യോസ് കൂടെ അല്ലേ എന്ന് പറയുമ്പോൾ ആൾക്കാർ ഇത് പ്രതീക്ഷിച്ച് വന്നാൽ ഒരു ഡിസപ്പോയിൻമെന്റ് ആവും. ആ ഡിസപ്പോയിൻമെന്റ് അങ്ങ് ഒഴിവായി പോട്ടെ, അവരും ചിലപ്പോൾ ഇതിനകത്ത് ഇല്ലായിരിക്കും എന്ന് പ്രതീക്ഷ വരട്ടെ എന്നുള്ളൊരു ആഗ്രഹം കൊണ്ടാണ്. പക്ഷെ ഞാൻ ഈ ട്രെയിലർ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് എഡിറ്റർ വിനായകനുമായിട്ടിരുന്നപ്പോൾ ഞാൻ പറഞ്ഞു ഈ ട്രെയിലർ വിടണോ, നമുക്ക് കുറച്ചുകൂടെ താത്തി ഒരു ട്രെയിലർ ഇട്ടല്ലോ. അപ്പോൾ എന്നോട് വിനായകൻ പറഞ്ഞൊരു കാര്യമുണ്ട്, സാർ ഇത് ഓക്കെയാണ്, ഇതിനകത്ത് നമ്മളെല്ലാം ഇത് ചെയ്തിട്ടുണ്ട്, പിന്നെ അവർ തിയേറ്ററിൽ വരട്ടെ, നമ്മുടെ കയ്യിൽ നല്ലൊരു സാധനമല്ലേ ഉള്ളത് എന്ന് വിനായകൻ പറഞ്ഞപ്പോൾ ശരിയാ, നമുക്ക് ഇനി എന്ത് പ്രതീക്ഷ വന്നാലും അവർ പ്രതീക്ഷയ്ക്ക് അപ്പുറത്തൊരു അല്ല വിപരീതമായൊരു സാധനം വന്നാൽ പോലും നമ്മുടെ കയ്യിൽ ചെയ്തു വെച്ചിരിക്കുന്ന ഒരു നല്ല സിനിമയാണ്, പിന്നെ ഇത് നമ്മൾ പേടിക്കുന്നത്. അതുകൊണ്ടാണ് ഞാനും അങ്ങോട്ട് വിനായനെ അങ്ങോട്ട്. എനിക്ക് ആന്റണിയെ കുറിച്ച് പറയാനുള്ള, ആന്റണി ഒരു പ്രൊഡ്യൂസർ എന്നതിനപ്പുറം ഒരു തിയേറ്റർ ഓണർ കൂടിയാണ്. ആന്റണിയോട് കഥ പറയുമ്പം തിയേറ്ററിലിരുന്ന് കാണുന്ന കാര്യം കൂടി ആന്റണി മനസ്സിൽ കാണും. അതിന്റെ ഷെയറും അത് എത്ര ദിവസം ഓടിയാൽ പ്രൊഡ്യൂസർക്ക് എത്ര ഷെയർ, എവിടെയൊക്കെ ക്ലാപ്സ് കിട്ടണം, ഡിസ്ട്രിബ്യൂട്ടർക്ക് എത്ര ഷെയർ വരണം, ഇതെല്ലാം ആലോചിക്കണം. അതോടൊപ്പം തന്നെ ലാലിന്റെ ഹീറോയിസും വേണം. ഇതെല്ലാം കൂടി ഇങ്ങനെ ഭരിക്കുന്ന ഒരാളാണ് ആന്റണി പെരുമ്പാവൂർ. എന്തായിരുന്നു ആന്റണി ഈ സിനിമയിൽ കഥ കേട്ടപ്പോഴുള്ള ആവേശം? ഇപ്പോൾ ഈ സ്റ്റേജിൽ 21-ാം തീയതി റിലീസ് ചെയ്യാണ്.
ഈ സമയത്തുള്ള പ്രതീക്ഷകൾ എന്താണ്? അല്ല, നേരെന്ന് പറയുന്ന സിനിമയിൽ മോഹൻലാൽ സാർ അഭിനയിക്കുന്ന ഒരു ഹീറോയിസവും അതിനകത്തുള്ള ക്യാരക്ടറിൻ്റെ ഹീറോയിസവും ഇപ്പോൾ എമ്പുരാൻ എന്ന് പറയുന്ന സിനിമയിലെ ഹീറോയിസവും തമ്മിൽ വളരെയധികം വ്യത്യാസമുണ്ട് എന്നുള്ളത് ഒരു പ്രേക്ഷകൻ എന്ന നിലയിൽ അത് കേൾക്കുമ്പോൾ മുതൽ നമുക്കറിയാവുന്ന കാര്യമാണ്. പക്ഷേ ആ സിനിമ തുടങ്ങി, ഇപ്പോൾ നേരെന്ന് പറയുന്ന സിനിമ തുടങ്ങി അതിൻ്റെ ക്ലൈമാക്സ് വരെ എത്തുന്ന സമയത്ത് അതിൽ ഒരു ഹീറോ ഉണ്ട്. പ്രേക്ഷകൻ ആഗ്രഹിക്കുന്ന പോലെ അത് കൊണ്ടുപോകണമെന്ന് അതിൻ്റെ സംവിധായകനും ആഗ്രഹിക്കുന്നുണ്ടാവും. ഡെഫിനറ്റായിട്ടും മോഹൻലാൽ സാറിനെ പോലെ ഒരാളെ വെച്ചൊരു സിനിമ ചെയ്യുന്ന സമയത്ത് അത് സംവിധാനം ചെയ്യുന്ന ഒരാൾക്കും അതിനെക്കുറിച്ചൊരു കാഴ്ചപ്പാടുണ്ട്. അങ്ങനെ ഉള്ളത് കൊണ്ട് തന്നെയാണ് ജിത്തുവുമൊക്കെ ആയിട്ട് ഇത്രയും സിനിമകളിൽ ഞാനും സഹകരിച്ച് പോകുന്നത്, ലാൽ സാർ സഹകരിച്ച് പോകുന്നത്. അതൊരു വിശ്വാസമാണ്. അപ്പോൾ അതൊരു വരി കഥ കേൾക്കുന്ന സമയത്ത് അതിനകത്ത് നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളിലൂടെ അവർ കൊണ്ടുപോകുള്ളൂ എന്ന് നമുക്കൊരു വിശ്വാസമുണ്ട്. ആ വിശ്വാസം ഈ സിനിമയുടെ കഥ കേട്ടപ്പോൾ മുതൽ അവസാനം വരെ എനിക്കും ഉണ്ടായിരുന്നു. സ്ക്രിപ്റ്റ് പോലും വായിച്ചിട്ടില്ല അല്ലേ? പിന്നെ വായിച്ചു. ഓക്കെ, ഇതിൽ സാധാരണഗതിയിൽ ലാല് ഒരു ക്യാരക്ടർ പെർഫോം ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ അഡ്വക്കേറ്റ് വിജയ് മോഹൻ പെർഫോം ചെയ്തു, അടുത്ത ചിത്രത്തിലേക്ക് പോവുക. ഇതിൽ ഞാൻ അറിഞ്ഞ ഒരു കാര്യം, ലാല് ഡബ്ബിങ് സമയത്തോ അതിനുശേഷം ഇതിലെ എനിക്ക് ഏത് ഘട്ടത്തിലുള്ള സീനെന്ന് എനിക്ക് പറയാൻ കഴിയില്ല, അത് ചിത്രത്തിൻ്റെ കഥയെ ബാധിക്കുന്ന കാര്യമാണ്. ഒരു സീക്വൻസ് കണ്ട് ലാൽ അത് വീണ്ടും വീണ്ടും പ്ലേ ചെയ്ത് കണ്ടു. സാധാരണ ഇതിൽ ലാൽ അങ്ങനെ ആവശ്യപ്പെടാറില്ല. ഇതിലൊരു സീക്വൻസ് ലാൽ വീണ്ടും വീണ്ടും അതൊന്ന് കാണിക്കൂ എന്ന് പറഞ്ഞാൽ ലാലിന് അത്രത്തോളം സ്പർശിച്ച ഒരു സീനുണ്ട്. അത് പ്രേക്ഷകരോട് എനിക്കിപ്പം പുറത്ത് പറയാൻ കഴിയില്ല, കഥയുമായി ബന്ധപ്പെട്ട കാര്യമാണ്. ഈ സീക്വൻസ് കണ്ട് ലാലിനെ വീണ്ടും വീണ്ടും കാണാൻ പ്രേരിപ്പിച്ച ഒരു കാര്യം ഉണ്ടോ, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ടോ? ഈ വിജയമോഹൻ എന്ന് പറയുന്ന ആൾ എന്തുകൊണ്ട് ഈ കേസ് ഏറ്റെടുത്തു എന്ന് പറയുന്നത് വളരെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. അത് അയാൾ സക്സസ്ഫുൾ ആയോ ഇല്ലയോ എന്നുള്ള സിനിമ കാണുമ്പോഴേ അറിയുള്ളൂ. പക്ഷേ അതിൻ്റെ അവസാനം അയാൾക്കുള്ളൊരു ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്ന സാധനമുണ്ട്. അത് അയാൾ ഈശ്വരനോടായിരിക്കാം, അല്ലെങ്കിൽ അയാൾ എടുത്ത ഒരു പ്രവൃത്തിയോടായിരിക്കാം, അല്ലെങ്കിൽ ഇതിൻ്റെ ട്രൂത്ത് വെളിയിൽ കൊണ്ടുവന്ന മൊമെൻറ്റിനോടായിരിക്കാം, ആരാണോ ഇതിൽ സഫേർഡ് ആയിട്ടുള്ള ആളോടുള്ള സ്നേഹമായിരിക്കാം. ഇപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ആ സീനിൽ അത് വന്നു. അത് വളരെ മനോഹരമായിട്ടാണത് ജിത്തു ചെയ്തിരിക്കുന്നത്. ഒരുപാട് പറയാതെ ഒരുപാട് കാര്യങ്ങൾ ആ സീനിലൂടെ പറഞ്ഞു. കാര്യം അങ്ങനെ ആ ഒരു സിനിമ അത്ര മനോഹരമായിട്ട് അതിൽ കൂടെ എൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. കാര്യം അല്ലാതെ അത് കഴിഞ്ഞിട്ടുള്ളതെന്ന് പറഞ്ഞാൽ എല്ലാം കഴിഞ്ഞിട്ട് അത് പറയാൻ കഴിയില്ല. അത് പറഞ്ഞാൽ അത് നിങ്ങളുടെ രസച്ചേട്ടൻ മുറിയും. അതുകൊണ്ട് മാത്രം പറയുന്നില്ല, പ്രേക്ഷകർ വേറൊന്നും വിചാരിക്കരുത്. നിങ്ങളുടെ ആസ്വാദനത്തിനെ ബാധിക്കുന്ന ഒരു തരത്തിലുള്ള പരാമർശവും ഈ ചർച്ചയിൽ ഉണ്ടാകാൻ പാടില്ല എന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും നിർബന്ധമുണ്ട്. ഒരു ചോദ്യമുണ്ട്. അല്ല, ഇതിൽ നമ്മൾ എഴുതിക്കുന്നതാണ് ഇമോഷണൽ കോർട്ട് റൂം ഡ്രാമ എന്നാണ്. നമുക്കൊരു സാധാരണ സിനിമ എടുക്കുകയാണെങ്കിൽ ഒരുപാട് പോസിബിലിറ്റീസ് ഉണ്ട് ഷോട്ട് എടുക്കാൻ, അല്ലേ? അതിൻ്റെ അകത്ത് ക്രെയിൻ യൂസ് ചെയ്യാം, അതിൻ്റെ അകത്ത് ജിബ് യൂസ് ചെയ്യാം, പിന്നെ അല്ലെങ്കിൽ ഇപ്പോൾ പുതിയ ഒരുപാട് ഗാഡ്ജറ്റ്സ് ഉണ്ട്. പക്ഷേ ഇതിൻ്റെ അകത്ത് ഒന്നും ഇതുപോലത്തെ കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റില്ല. അനാവശ്യമായൊരു ഷോട്ട് എടുത്തു കഴിഞ്ഞാൽ കുഴപ്പമാകും. വളരെ ലിമിറ്റഡ് സ്പേസാണ്. അത്ര ആംഗിളുകളേ ഉള്ളൂ, 1 2 3 4 ആംഗിളേ ഉള്ളൂ. ഇതിൽ ഒരുപാട് മേജർ സീൻസ് അവിടെയാണ് വരുന്നത്. അപ്പോൾ അതിൻ്റെ ഇമോഷൻ പോകാതെ ഇതിൻ്റെ അകത്ത് നിന്ന് ഇത്രയും സീനുകൾ ഉണ്ടാക്കുക എന്ന് പറയുന്നത് വളരെ പ്രയാസമുള്ള കാര്യമാണ്. അതെങ്ങനെയാണ് ജിത്തു ചെയ്തിരിക്കുന്നത്? സാർ, ഞാൻ ശരിക്കും അതുകൊണ്ടാണ് ഞാനത് മൾട്ടി ക്യാം ആക്കിയത്. ഞാൻ 4 ക്യാമറ വെച്ചത് അതുകൊണ്ടാണ്. കാരണം എനിക്കിത് ഡ്രാമ പോലെ ഇത് സെറ്റ്. എന്നോട് ഇടയ്ക്ക് സാർ ചോദിക്കല്ലേ നമ്മൾ എവിടം വരെ പോകണം, സിദ്ധികേട്ടൻ ചോദിക്കും എവിടം വരെ, ഞാൻ പോകുന്നിടത്തോളം പോട്ടെ എന്ന് പറയും. കാരണം എന്താണെന്നറിയോ, 4 ക്യാമറയിൽ അറ്റ് എ ടൈം. അത് ചില ക്യാമറാമാനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇവിടുന്ന് ഇങ്ങോട്ട് പോകുമ്പോൾ നിങ്ങൾ പാൻ ചെയ്ത് കൂടെ പോകണം. അതുകൊണ്ട് വെച്ചാൽ വൈഡിൽ നിന്ന് ഇങ്ങനെ ഒരാൾ മൂവ് ചെയ്യുമ്പോൾ നെക്സ്റ്റ് അതിൻ്റെ ടൈറ്റ് കിട്ടുമ്പോൾ അത് ഒരു കണ്ടിന്യൂറ്റി തെറ്റാതെ മൂവ്മെന്റ് കിട്ടും, ഇമോഷണൽ കണ്ടിന്യൂറ്റി കിട്ടും. ഇമോഷണൽ കോർട്ട് റൂം ഡ്രാമ എന്നാണ്. അപ്പോൾ ആ ഇമോഷണൽ കണ്ടിന്യൂറ്റി കിട്ടും. ജഗദീഷ് ചേട്ടൻ അവിടെ നിൽക്കുന്നു, താഴെ എന്താ പറയുക വക്കീൽ എന്ന് ചോദിക്കുന്നു. ഈ സമയം അപ്പുറം ഇരിക്കുന്ന സിദ്ധിക്കേട്ടനിലും ഞാൻ ക്യാമറ വെച്ചിട്ടുണ്ട്. ഇത് ലൈവായിട്ട് നടക്കുമ്പോൾ ലൈവായിട്ടാണ് റിയാക്ഷൻ എടുക്കുന്നത്. എനിക്കത് അങ്ങനെ തന്നെ, അത് നമ്മൾ 12th മാനും ഒരു പരിധിവരെ അങ്ങനെയാണ്. ഇതിൽ ആവശ്യമില്ലാത്തത് ഒരു ഗിമിക്കും ചെയ്യാനും പറ്റും. ഇടയ്ക്കൊരു തമാശ പറഞ്ഞിട്ടെ, ഒരു ക്യാമറയിലൂടെ മോഹൻലാലിൻ്റെ എക്സ്പ്രഷൻസ് കണ്ട് അത്ര ആ ഇഷ്ടം, അത് കൊതി വരാത്തതുണ്ട്, കൊതി തീരാത്തതുണ്ട്, 4 ക്യാമറയിലൂടെ മോഹൻലാലിന്റെ എക്സ്പ്രഷൻ എടുത്താണ്. വളരെ കോംപ്ലിക്കേറ്റഡ് ആണ് ഇത് ഷൂട്ട് ചെയ്യാൻ. അതുകൊണ്ട് ചില സ്ഥലത്ത് സാറിന് 2 വെച്ചിട്ടുണ്ട്. സാറിന് ഒരു ഫ്രണ്ടൽ ഒരു കോമ്പാക്ട് ടൈറ്റ് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സജഷനിൽ കുറച്ച് ലൂസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അവിടുന്ന് എഴുന്നേറ്റ് ഡയലോഗ് പറയുമ്പോൾ എനിക്കറിയാം അടുത്ത ഡയലോഗ് ഇങ്ങോട്ടാകുമ്പോൾ ഇങ്ങോട്ട് തിരിയും. അത് അങ്ങനെ തന്നെ കിട്ടും. അപ്പൊ കറക്റ്റ് ഇമോഷണൽ കണ്ടിന്യൂറ്റി കിട്ടും. കാരണം അല്ലെങ്കിൽ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി വളരെ കോംപ്ലിക്കേറ്റഡ് ആണ് ഇത് ഷൂട്ട് ചെയ്യാൻ. കാര്യം ആ ഇമോഷൻ പോകാൻ പാടില്ല. നമ്മൾ ഇട്ടിരിക്കുന്ന പേരങ്ങാണ്. അപ്പോൾ ആ ഇമോഷണൽ കോർട്ട് റൂം ഡ്രാമ എന്ന് പറയുന്ന ആ വാക്കിന് ഏറ്റവും പ്രാധാന്യം
കൊടുത്തുകൊണ്ടാണ് ജിത്തു ഷൂട്ട് ചെയ്തിരിക്കുന്നതാണ് ഞാൻ നമ്മുടെ സിനിമ ഡബ് ചെയ്തപ്പോൾ മനസ്സിലായി. ഒരു കാര്യം കൂടെ അതിനൊരു തംസപ്പ്, അതിന് തംസപ്പ്. എനിക്ക് ഒരു കാര്യം കൂടെ പറയാനുണ്ട്. ഇതിനകത്ത് നല്ലൊരു വേഷം ഗണേഷ് കൈകാര്യം ചെയ്തിട്ടുണ്ട്. അതുകൂടെ എടുത്ത് പറയേണ്ടതാണ്. പോലീസ് ഓഫീസറായി ട്രെയിലറിൽ കണ്ടിരിക്കും. പിന്നെ ജിത്തുവിൻ്റെ ഒരു കാസ്റ്റിങ്ങിൽ നല്ല ബ്രില്യൻ കാസ്റ്റിംഗ് ആയിട്ട് എനിക്ക് പറയാനുള്ള ജഡ്ജിൻ്റെ കാസ്റ്റിംഗ്, അത് ഒരു വളരെ 100% കൺവിൻസിങ് ആയിട്ടുള്ള ഒരു ട്രെയിലർ കാണുമ്പോഴേ നമുക്കറിയാം എങ്ങനെയാണ് ആ കാസ്റ്റിങ്ങിലോട്ട് എത്തി. ഞാൻ തമ്പിയിൽ പുള്ളിയുടെ വർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ പുള്ളീനെ ഒത്തിരി തമിഴ് പടത്തിൽ അതിൻ്റെ പേര് മാത്യു, മലയാളിയാണ്. ബട്ട് ഈ സെറ്റിൽഡ് ഇൻ ചെന്നൈ. അപ്പോൾ പുള്ളിക്കാരൻ ഞാൻ ഇതിൽ വർക്ക് ചെയ്തിരുന്നു. എനിക്ക് ആ അപ്പിയറൻസ് ഭയങ്കര ഇത്. അപ്പം ഞങ്ങൾ ഇത് സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ എന്നോട് ശാന്തി പറഞ്ഞു, ജഡ്ജ് എന്ന് പറയുന്ന ഒരു ക്ലാസ് ലുക്കായിരിക്കണം. പിന്നെ അയാൾ ബയസ്ഡ് ഒന്നുമല്ല. അയാൾ വിജയമോഹൻ്റെ കറക്റ്റായിട്ടുള്ള കാര്യം പറഞ്ഞാൽ അതിൻ്റെ കൂടെ വയ്ക്കും. വിജയമോഹൻ ഐപ്രൈവേറ്റേഴ്സ് എന്തെങ്കിലും ഇതായിട്ട് പറഞ്ഞാൽ പുള്ളി അതിനെ അഗൻസ്റ്റ് പറയും. പിന്നെ ലുക്ക് അങ്ങനെ ആയിരിക്കണം എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഈ ഫോട്ടോ കാണിച്ചു കൊടുത്തു. പറഞ്ഞു പക്കായെന്ന് പറഞ്ഞു. പിന്നെ നന്നായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കണം. മലയാളം ഇച്ചിരി പ്രശ്നമാണ്, എന്നാലും കുഴപ്പമില്ല. പക്ഷെ പുള്ളി നല്ല രസമായിട്ട് അത് ചെയ്തു. ഇത് കുറെ പേര് എന്നോട് ട്രെയിലർ കണ്ടു കഴിഞ്ഞിട്ട് എന്നോട് ചോദിച്ചു ജഡ്ജി ആരാന്ന് ചോദിച്ചു. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും പുള്ളിക്ക് ആദ്യമായിട്ട് ജഡ്ജ് ചെയ്യുന്നത്. അപ്പം പുള്ളി എന്നിട്ട് ശാന്തി പറഞ്ഞു ഇത് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഇടണം ഇങ്ങനെ എഴുതിക്കൊണ്ടിരിക്കണം എന്ന് പറഞ്ഞു. ഒരു 3 ദിവസം കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ പിന്നെ പറയണ്ട പുള്ളി. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം, അയാളൊരു സൗത്ത് പോ ലെഫ്റ്റ് ഹാൻഡ്. പിന്നെ വേറൊരു കാര്യം, ഒരു പ്രധാനപ്പെട്ട ക്യാരക്ടർ ഒരു യൂത്തിനെ റെപ്രസെന്റ് ചെയ്ത് ശങ്കർ ഇന്ദുചൂടൻ അഭിനയിച്ചിട്ടുണ്ട്. അതില് ആ ശങ്കർ ഇന്ദുചൂടൻ ഓക്കെയാണ്. പക്ഷെ ജിത്തുവിനെ കുറച്ച് പിന്നെ എപ്പോഴും ശല്യപ്പെടുത്തും. കാരണം വെച്ചാൽ ഓക്കെ ആണോ സാർ, ഓക്കെ ആണോ ജിത്തു പറഞ്ഞു ഓക്കെ ആണ്. ഓക്കെ അല്ലെങ്കിൽ ഞാൻ പറയാം ശങ്കറിന്റെ എന്തൂസിയാസം കൊണ്ടാണ്. ഭയങ്കര നല്ല എന്തൂസിയാസം ഉള്ള ഒരു ചെറുപ്പക്കാരനാണ് ശങ്കർ ഇന്ദുചൂടൻ. അല്ല, അതിൽ പ്രധാനപ്പെട്ട റോൾ ചെയ്തിരിക്കുന്ന ആളാണ് എല്ലാ സിനിമയിലും. ജിത്തുവിന്റെ സിനിമയില് ദൃശ്യം കഴിഞ്ഞ കൂടി ഇതിന്റെ സക്സസിനെ കുറിച്ചുള്ള ചർച്ചയില്ല. അത് ജഗദീശനെ ഒരു സീനിനെ കുറിച്ച് ചോദിച്ചില്ലല്ലോ സാറിനോട്. ഞാൻ പറഞ്ഞില്ല, സാർ പറഞ്ഞൊരു കാര്യമുണ്ട്, ഇത് സംഭവിക്കുമെന്ന്. ഞങ്ങൾ ഈ ഫുൾ സ്ക്രിപ്റ്റ് എഴുതി, ക്ലൈമാക്സും എല്ലാം എഴുതി ഇങ്ങനെ ഇരിക്കുന്നു. എന്നിട്ട് ഞങ്ങൾ ഒരു 21 പേര് അസിസ്റ്റൻസ് എല്ലാവരും കൂടി ഇരുന്ന് സ്ക്രിപ്റ്റ് വായിക്കുന്നു. അതിനെക്കുറിച്ച് കൗണ്ടർ ഇത് ഡിസ്കഷൻ ഇതെല്ലാം. ഈ സമയത്ത് നമ്മുടെ വിഷ്ണു ശ്യാം അത് ഉഗ്രനായിട്ട് എൻ്റെ മ്യൂസിക് ചെയ്തിട്ടുണ്ട് ബാക്ക്ഗ്രൗണ്ട്. പുള്ളി വന്നിട്ട് എന്നോട് പറഞ്ഞു ഞാനൊരു തീം മ്യൂസിക് ഉണ്ടാക്കിയിട്ടുണ്ട് ഈ ക്യാരക്ടർ, അനശ്വരയുടെ ക്യാരക്ടർ. പിന്നെ ഞങ്ങൾ വൈകുന്നേരം പോയി മ്യൂസിക് കണ്ടുകൂടി ഞങ്ങൾ എല്ലാവരും വേറെ തലത്തിലേക്കായി. എന്നിട്ട് ഞാൻ ഈ മ്യൂസിക് ഇങ്ങനെ ഇട്ട് എപ്പോഴും കാറയിലും ഇതൊക്കെ പോകുമ്പോൾ ഈ തീം മ്യൂസിക് ഇങ്ങനെ ഇട്ട് കേട്ട് പോയിക്കൊണ്ടിരിക്കും. ഒരു ദിവസം ഞാൻ എൻ്റെ ഓഫീസ് റൂമിൽ ഇരുന്ന് ഞാനിങ്ങനെ ഇരുന്ന് ഈ ക്ലൈമാക്സ് ഏരിയയിലും അവിടെയൊക്കെ ഇരുന്ന് ഈ മ്യൂസിക് ഞാനിങ്ങനെ ഇട്ടുകൊണ്ടിരുന്നപ്പം എൻ്റെ മനസ്സിലേക്ക് വന്നൊരു വിഷ്വലാണ് അത്. ഇത് കഴിഞ്ഞ് ഇത് രസം എന്നാണെന്നറിയോ, ഇത് കഴിഞ്ഞിട്ട് ഞാനിങ്ങനെ എൻ്റെ കണ്ണ് പറഞ്ഞു. അപ്പം ഞാൻ നേരെ കറ്റീനെ വിളിച്ചു, എൻ്റെ ഇളയ മോളെ. ഇവരെല്ലാം സ്ക്രിപ്റ്റ് വായിച്ചു, അതിനകത്ത് പല കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യും. അപ്പോൾ കറ്റീന റൂമിലേക്ക് വന്ന് ഞാൻ മോളെ ഞാനൊരു ഇത് പറയാൻ കേട്ടോ. ഞാൻ ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ ഒരു സംഭവം എന്ന് പറയുമ്പോൾ കറ്റീന ഓഹോ ഇങ്ങനെ വിളിച്ചു. ആ എക്സൈറ്റ്മെന്റിൽ നിന്ന് എനിക്ക് മനസ്സിലായി ഇറ്റ്സ് വർക്കിംഗ്. കാത്തിയെ വിളിച്ചു, സെയിം എക്സൈറ്റ്മെന്റ്. ലിൻഡയെ വിളിച്ചു, സെയിം. അത് ഞാൻ ശാന്തി, അത് കഴിഞ്ഞിട്ട് ഞാൻ ശാന്തി വിളിച്ചു പറഞ്ഞത്. കാരണം ഇത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എല്ലാവരും നോ പറഞ്ഞാൽ എനിക്കൊരു ഇത്. ശാന്തി ഒരു ചെയ്തു. അതേ പറഞ്ഞ് അത് ദൈവമായിട്ട് കൊണ്ടുവന്നു. ഇനി തുടക്കത്തിൽ ഞാൻ പറഞ്ഞത് ഒരു ചർച്ചയാണെന്ന്. അപ്പോൾ പരസ്പരം എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ ചോദ്യങ്ങൾ ചോദിച്ച് നമുക്കിത് വൈൻഡപ്പ് ചെയ്യാം. ആർക്ക് വേണമെങ്കിലും ആരോട് വേണമെങ്കിലും ചോദ്യം ചോദിക്കാം. ഇനിയും വിജയമോഹന്റെ വേറെ കേസ് ഡയറികൾ അങ്ങയുടെ കയ്യിലുണ്ടോ? വിജയമോഹൻ ഈ കേസിലൂടെ അല്ല, ഇത് ജയിച്ചോ ഇല്ല എന്നുള്ളത് സസ്പെൻസ് ആണ്. വിജയമോഹൻ ഈ കേസിലൂടെയാണല്ലോ തീർച്ചയായിട്ടും ഒരു റീ എൻട്രി എന്ന് പറയാം. വിജയമോഹനെ ഈ കേസിലേക്ക് നയിച്ച ഒരു ഘടകം എന്ന് പറയുന്നത് ഇവരാണ്. ചോദിക്കുന്ന കാര്യം ഇത്രയേ ഉള്ളൂ, നേര് പാർട്ട് 2 ഉണ്ടോ, കഥയുണ്ടോ, എടുക്കുന്ന ഒരുപാട് കഥകളുണ്ട്. വിജയമോഹൻ ഇനിയും കേസുകളായിട്ട് തുടരും. ഞാനപ്പോൾ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, ഞങ്ങളൊരു വേറൊരു പാർട്ട് 3-ലാണ് ഞങ്ങൾ ഇരിക്കുന്നത്. അതുകൊണ്ട് അത് കഴിഞ്ഞിട്ട് വേണോ മുമ്പ് വേണോ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. സാർ എനിക്ക് ഇപ്പം സാർ അത് പറഞ്ഞുകൊണ്ട് ഞാൻ ചോദിക്കുക. ഇപ്പം നമ്മളിവിടെ പല ടൈപ്പ് മേക്കിംഗ് സ്റ്റൈലും കാര്യങ്ങളും ഒക്കെ കാണുന്നു. അപ്പം ഞാൻ നേരിൻ്റെ സമയത്ത് ഇവിടെ കൊണ്ടുപോയി 4 ക്യാമറയും വെക്കുന്നു. കൂടുതൽ ഇങ്ങനെ സ്റ്റഡി ഷോട്ട്സും ഇതും, ചിലതിന് മാത്രം പാനിങ്, ചിലതിന് ട്രോളി ആവശ്യമുള്ള. ഞാനതിങ്ങനെ വെച്ച് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ ആലോചിച്ചു, എൻ്റെ ഒരു ഉള്ളിലൊരു തോന്നൽ വന്നു, സാറിന് എവിടെയെങ്കിലും ഇതിങ്ങനെ ഭയങ്കര ഇങ്ങനെ ഫ്ലാറ്റായി പോവോ അങ്ങനെ ഒരു, കാരണം ഇതിങ്ങനെ അങ്ങനെ ചെയ്താൽ മാത്രമേ ഈ ഇമോഷണൽ കണ്ടിന്യൂറ്റി കിട്ടുള്ളൂ. സാറിന് അത് അപ്പോഴേ തന്നെ 100%. കാര്യം അറിയാം, ഇതിപ്പം
അയാളുടെ ഒരു സാധനം കട്ട് ചെയ്ത് വീണ്ടും എടുക്കുക എന്ന് പറയുന്നത് ഈ ഒരു സിനിമയ്ക്ക് ഒന്നാമത് ഒരുപാട് സമയം സേവ് ചെയ്യും. പിന്നെ എല്ലാവരുടെയും ഒരു വാദമാണ്. ആ വാദത്തിൻ്റെ എക്സ്പ്രഷൻ കുറേ കഴിഞ്ഞ് എടുത്തു കഴിഞ്ഞാൽ ഒരിക്കലും കിട്ടില്ല. ആ മൊമെൻറ്റിൽ കിട്ടുന്നതാണ്. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. അത് മാത്രമല്ല, അതാണ് ഇമോഷണൽ കോർട്ട് റൂം ഡ്രാമ. ആ ഇമോഷൻ പോയി കഴിഞ്ഞാൽ എന്താ രസം. അപ്പോൾ അതിൻ്റെ ഒരു മേക്കിങ് നമ്മൾ സിനിമ കാണുമ്പോൾ ഒരു പക്ഷേ ഇതിൻ്റെ പുറകിലുള്ള ഒരു അധ്വാനത്തെക്കുറിച്ച് അറിയില്ല. ഇപ്പം നമ്മളിപ്പോൾ ഒപ്പം എന്നൊരു സിനിമ, ഇപ്പോൾ ഈ സിനിമയെക്കുറിച്ച് പറയേണ്ടല്ലെങ്കിലും ഒപ്പം എന്നൊരു സിനിമ എന്ന് പറയുന്നത് പോലെ അത് കഥാപാത്രത്തിന് പെർസ്പെക്റ്റീവ് ഇല്ല. ഇപ്പം നമ്മൾ സിനിമയിലെ ഗ്രാമറിൽ ഒരു ക്ലോസ് ഇയാൾ അങ്ങോട്ട് വെച്ച് നമ്മൾ ഷോട്ട് എടുത്തിട്ടില്ല സിനിമയിൽ. കാര്യം ഇയാൾക്ക് പെർസ്പെക്റ്റീവ് ഇല്ല. അപ്പം നമ്മൾ ഇങ്ങനെ ക്യാമറ മാറ്റി വെച്ചാണ്. അതുപോലെ ഒരുപാട് കാര്യങ്ങൾ ഈ സിനിമയിലും ഉണ്ട്. അത് സിനിമ കണ്ട് സിനിമയെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുന്ന ആൾക്കാർക്ക് ഞാനൊരു ഹിന്റ് ഇട്ട് കൊടുത്താണ്. നിങ്ങൾ കണ്ടു നോക്കൂ അതിൻ്റെ ഒരു മേക്കിങ്ങിലുള്ള പ്രത്യേകത. ലാൽ സൂചിപ്പിച്ചത് ഈ ചിത്രം റിലീസായതിനു ശേഷം ഇതിലെ ഷോർട്സിനെ കുറിച്ചും സീനിനെ കുറിച്ചും ഒരു ചർച്ചയൊക്കെ വരാൻ തീർച്ചയായും. അത് സിനിമയെക്കുറിച്ച് പഠിക്കുന്നവർക്ക് നല്ല ഒരു കാര്യമാണ്. ഹൗ ടു ടേക്ക് നമ്മൾ ഒരുപാട് കോർട്ട് റൂം ഡ്രാമ പുറത്തൊക്കെയുള്ള ഇംഗ്ലീഷ് മൂവീസൊക്കെ ഉണ്ട്. അവരൊക്കെ ഇതായിരിക്കാം. അത്രയും ആ ഒരു ഇമോഷൻ ചോർന്നു പോകാതെ എടുക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. ആൻ്റണിക്ക് ചോദിക്കാം ആരോടെങ്കിലും. ആശീർവാദമായിട്ട് അടുത്ത സിനിമ ജിത്തു ഏത് പടമാണ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്? അത് ഞാൻ ചോദിക്കാൻ അണ്ണനറിയാലോ. അതെ, എനിക്കറിയാം. അല്ല, ഞാൻ ലാൽ സാറിൻ്റെ അടുത്തൊരു സബ്ജക്റ്റുമായിട്ട് വരുമ്പോൾ എനിക്ക് അത് അദ്ദേഹത്തെ പോലെ ഒരു ആക്ടറിനെ എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു സിനിമ, അങ്ങനെ ഒരു കഥ ഉണ്ടെങ്കിൽ മാത്രമേ ഞാൻ വരുള്ളൂ. ഇപ്പൊ ദൃശ്യം വന്നു കഴിഞ്ഞ് കഴിഞ്ഞപ്പം എന്നോട് കൃത്യമായ ഉത്തരമല്ല ഇപ്പോഴത്തെ ഉത്തരം. നമ്മൾ പിന്നെ അത് അല്ല, അത് പറയുന്നതുകൊണ്ട് അങ്ങനെ അങ്ങ് പോകും. അതാണ്. അപ്പൊ ആ നല്ലൊരു സാധനം പറഞ്ഞു, അതിനു വേണ്ടിയാ വെയിറ്റ് ചെയ്യുന്നത്. അല്ലാതെ നമുക്കൊരു സിനിമ ഉണ്ടാക്കിയേക്കാം എന്ന് പറഞ്ഞുണ്ടാക്കുന്നില്ല. നല്ലൊരു സാധനം ഉണ്ട്, അതിൽ കുറച്ച് സാധനം കൂടി വരാൻ അല്ലേ. നമ്മൾ പണ്ട് ചോദിക്കല്ലേ സാധനം കയ്യിലുണ്ടോ? അനുസരിക്ക് ആരോടാ ചോദിക്കാനുള്ളത്? എനിക്ക് ആന്റണി സാറിൻ്റെ നമ്മള് പ്രൊഡ്യൂസർ ആന്റണി സാറിനെ കണ്ടിട്ടുണ്ട്. ഞാൻ ഡബ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഞാൻ ഒരു സീനിൽ ആന്റണി സാറിനെ ഞാൻ അവിടെ നിന്ന് കാണുന്നത്. അഭിനയിച്ചിട്ടുണ്ടോ എന്ന് നോക്കുന്നത്. അപ്പൊ ക്യാമറയിൽ ഫ്രെയിമിൽ നമ്മൾ നിൽക്കുന്ന സമയത്ത്, ആക്ട് ചെയ്യുന്ന സമയത്ത് അതെങ്ങനെയാണ് അതിൽ രസം കണ്ടുപിടിക്കുന്നത്? അതെങ്ങനെയാണ് ആസ് ആൻ ആക്ടർ അതിൽ രസം കണ്ടുപിടിക്കുന്നത്? എന്താ ഈ പ്രൊഡക്ഷൻ അല്ലാതെ നിൽക്കുന്ന സമയത്തുള്ള സന്തോഷം എന്താ? അതെ അതെ, ഒരു നടനായിട്ട് നിൽക്കുമ്പോൾ. അല്ല, നടനായിട്ട് നിന്നു എന്ന് സത്യത്തിൽ നടനായ ഒരു 30-ൽ കൂടുതൽ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. അഭിനയിക്കാൻ പറഞ്ഞ ഒരു നമ്മുടെ അമ്മ അസോസിയേഷൻ മെമ്പർഷിപ്പ്. നടനിൽ എന്താണ് ഇഷ്ടപ്പെടുന്നത്? എന്താണ് എക്സൈറ്റ്? എനിക്ക് നടനായി ജീവിക്കാൻ അങ്ങനെ ഒരു വലിയ ആഗ്രഹത്തിൽ ജീവിക്കുന്ന ആളല്ല. അതിന്റെ കൂടെ ചേരുക. അതെ, നമ്മള് ലാൽ സാറിന്റെ കൂട്ടത്തിൽ യാത്ര ചെയ്തു പോകുമ്പോൾ അത് നമ്മുടെ ഭയങ്കര സൗഹൃദമുള്ളവരുടെ കൂട്ടത്തിലാണ് സിനിമ നിർമ്മിക്കുന്നതും. അപ്പോൾ അങ്ങനെ ഇപ്പോൾ ജിത്തുവിൻ്റെ കൂട്ടത്തിലാണ് ഞാൻ ഏറ്റവും കൂടുതൽ ഫ്രീഡത്തിൽ അഭിനയിച്ചത്. ഒരു ദൃശ്യം എന്ന് പറഞ്ഞ സിനിമയിൽ ഒരു ബസ്സിൽ കയറിയിട്ട് ഒരു ഓഫീസർ, ഒരു പോലീസ് യാത്ര ചെയ്യുന്ന ഒരു ഷോട്ടാണ്. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, അണ്ണാ നിങ്ങൾ ഇങ്ങനെ ഇന്നതാണ്, നിങ്ങളുടെ ഇഷ്ടത്തിനങ്ങ് ചെയ്തോളൂ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു ഫ്രീഡം തരുന്ന സ്ഥലത്ത് അതുപോലെ അങ്ങ് പോകുന്നു. ജീവിതവുമായിട്ട് കണക്ട് ചെയ്ത് അങ്ങനെ പോകും. ജീവിതത്തിൽ നടക്കുന്ന പോലെ ഒരുപാട് സിനിമകളിൽ വിളിക്കുന്നുണ്ട്. പക്ഷെ മോഹൻലാലുള്ള സിനിമയിൽ അഭിനയിക്കും. അതാണ് ഇഷ്ടം. ശാന്തിയുടെ ചോദ്യം. എന്റെ ചോദ്യം എനിക്ക് ലാലേട്ടനോടും ആന്റണി ചേട്ടനോടും ജിത്തു സാറിനോടും കോമൺ ആയിട്ടുള്ളതാണ്. കാരണം എന്നെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞാൽ ഞാൻ പുതിയൊരു റൈറ്ററായിട്ട് എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ജിത്തു സാറാണ്. ഈ പ്രോസസ്സ്, ഈ കഥയുടെ ഒരു ത്രെഡ് മുതൽ ഷൂട്ട് കഴിഞ്ഞ് ഇപ്പം നിൽക്കുന്നത് വരെ നമ്മൾ റെനേഡൽ പോലെ കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്ത് എന്നെയും കൂടെ ഇതിൻ്റെ ഒരു ഭാഗമാക്കിയ ഒരാളാണ് ജിത്തു സാർ എന്ന് പറയുന്ന ഒരു ഫാക്ടർ ഉള്ളത് കൊണ്ടാണ് ആന്റണി ചേട്ടൻ ആദ്യമായിട്ട് ഈ കഥ കേട്ടപ്പോൾ ഓക്കെയാണ്, ശാന്തിയാണ് എഴുതുന്നത് എന്ന് കേൾക്കുമ്പോൾ ആന്റണി ചേട്ടൻ ഉണ്ടായ ആദ്യത്തെ തോട്ട് അല്ലെങ്കിൽ ആ ഒരു വിശ്വാസം ജിത്തു ഉള്ളത് കൊണ്ട് ഓക്കെ ആയിരിക്കും എന്നുള്ളത് അറിയാം. അതെന്തായിരുന്നു? എൻ്റെ അടുത്ത് ശാന്തി വന്നിട്ടാണ് ഈ സബ്ജക്റ്റ് പറയുന്നതെങ്കിൽ സ്വാഭാവികമായിട്ടും ഞാനൊരു 5-10 പ്രാവശ്യമെങ്കിലും ആലോചിക്കുമായിരുന്നു. തീർച്ചയായിട്ടും ആലോചിക്കും. കാരണം അത് അങ്ങനെ എത്രയോ പേരുടെ സബ്ജക്റ്റുകൾ ഞാൻ കേൾക്കുന്നത് കൊണ്ട്. അതേസമയത്ത് ജിത്തു എന്നോട് ഇങ്ങനെ ഒരു കാര്യം പറയണമെങ്കിൽ ജിത്തു നമ്മളിൽ അർപ്പിച്ചിരിക്കുന്ന ഒരു വിശ്വാസമുണ്ട്. ജിത്തു ഞങ്ങളിൽ ഏൽപ്പിച്ചിരിക്കുന്ന ഒരു ദൗത്യം, എന്നെ ഏൽപ്പിക്കുന്ന ഒരു ദൗത്യമാണ്. എന്താണെന്ന് വെച്ചാൽ മോഹൻലാൽ സാറും ഞാനുമായി ജിത്തുവുമായിട്ടുള്ളൊരു സൗഹൃദമുണ്ട്. ആ ബന്ധത്തിന് ഇത് ഓക്കെയാണ് എന്ന് ജിത്തുവിന് തോന്നിയാൽ മാത്രമേ ജിത്തു എന്നോട് സംസാരിക്കുകയുള്ളൂ എന്ന് എനിക്കൊരു വിശ്വാസമുണ്ട്. അതുകൊണ്ട് തന്നെ ഞാനതിനെ പോസ്റ്റ്മോർട്ടം ചെയ്യാൻ പോയിട്ടില്ല. ജിത്തു പറയുന്ന വിഷയമായി മാത്രമേ ഞാൻ അതിനെ കണ്ടുള്ളൂ. 3 പേരുടെ ആൻസർ. എനിക്കൊരു ചോദ്യമുണ്ട്. ഇത് കഴിഞ്ഞ ഒരു സിനിമയിൽ ആദ്യമായിട്ട് അഭിനയിച്ച സിനിമ ഏതാണ്? അതിലെന്തായിട്ടാണ്? അതെ, അത് കഴിഞ്ഞ് ജോർജ് ഊട്ടിയുടെ വക്കീൽ. അത് വക്കീൽ. അത് ദൃശ്യം.
അതിൻ്റെ ഇടയിൽ തമിഴ് സിനിമയിലുണ്ടായിരുന്നു. അത് ലിയോ. അതിലെന്തായിരുന്നു? അത് വിജയുടെ. വക്കീൽ. ഇതിലെന്താണ്? ഇതില് വക്കീലാണോ? അപ്പോൾ എല്ലാ സിനിമയിലും വക്കീലായിട്ടാണ് ഈ തുടർന്നുള്ള സിനിമകളും, അതോ വേറെ ഡിഫറെൻ്റ് ആയിട്ടുള്ള റോളുകൾ? അല്ല, കരുതുകയല്ലേ ചില പഴയ ആക്ടൊക്കെ എത്തിക്കറോ അങ്ങനെയൊക്കെയുള്ള ഹിന്ദി എല്ലാ പോലീസായിട്ട് അഭിനയിക്കുന്ന പോലെ ഇത് പക്ഷെ തിരിച്ച് ഇതേ ചോദിക്കുന്നു മോള് ചോദിച്ച പോലെ ആസ് ആൻ ആക്ടർ എന്താണ് നിങ്ങൾ വലിയൊരു പ്രൊഫഷനിലുള്ള ആളാണ്, അതും ഒരു പെർഫോമറായിട്ടാണ് അല്ലേ? കൊടയിലും പെർഫോമൻസ് ആണ്. സിനിമയിൽ അഭിനയിക്കുന്ന സമയത്ത് അതെന്താണ് ഒരു സിനിമയിലെ അഡ്വക്കേറ്റും കോർട്ട് റൂമിലെ അഡ്വക്കേറ്റും തമ്മിൽ എന്ത് ഡിഫറൻസ് ആണ് നിങ്ങൾക്ക് തോന്നിയിരിക്കുന്നത്? ബിഹേവിയർ സെയിം ആണ്. അത് ഒത്തിരി നമ്മളെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. മാനറിസംസ് എങ്ങനെയാണ് പെരുമാറേണ്ടതെന്നുള്ളതിനെ കുറിച്ച് നമുക്കറിയാം. പക്ഷേ ഒരിക്കലും നമ്മൾ ആ സ്ക്രിപ്റ്റ് നമുക്ക് തരുമ്പോഴേക്കും അത് ചോർന്നു പോകാതെ വേണം നമ്മുടെ പ്രസൻറ്റേഷൻ. അപ്പോൾ നമ്മൾ ചുറ്റും നിൽക്കുന്ന ആൾക്കാർ നമ്മളോട് ബിഹേവ് ചെയ്യുന്ന നോക്കണം, അവരുടെ മീറ്റർ നോക്കണം, അതിനനുസരിച്ചിരിക്കായിരിക്കണം. അല്ല, ഇതുകൊണ്ട് നിങ്ങൾക്ക് കോടതിയിൽ എന്തെങ്കിലും പ്രത്യേകത ഉണ്ടാക്കാൻ കഴിയുമോ? പ്രത്യേകത എന്ന് പറയുമ്പോൾ ആളുകൾക്ക് കാണുമ്പോഴേക്കും ഒരു കൗതുകമാണ്. ഇപ്പോൾ പുതുതായിട്ട് വന്ന് ജോയിൻ ചെയ്യുന്ന കുട്ടികൾക്കാണെങ്കിലും ഒക്കെ ഞാൻ ദൃശ്യം കഴിഞ്ഞിട്ട് ദൃശ്യം റിലീസായി കഴിഞ്ഞ് തൊട്ട് 2ാമത്തെ ദിവസം കോടതി കയറി ചെല്ലുമ്പോഴേക്കും ഞാൻ എൻ്റെ കേസ് പറയുമ്പോൾ അവിടെയുള്ള ഡിവിഷൻ ബെഞ്ചിലെ ഒരു ജഡ്ജി ജോർജ് കുട്ടിയുടെ കേസ് കഴിഞ്ഞല്ലോ. അല്ല, അതിന്റെ അവസാനം അത് ശരിയല്ലല്ലോ ശാന്തി, അതിനകത്ത് ഒരു സംഭവം ഉണ്ടല്ലോ, അത് ഇനി ഒരു തേർഡ് പാർട്ടിന്റെ അല്ലേ? ഇങ്ങനെയുള്ള കമ്മ്യൂണിക്കേഷൻസ് ഉണ്ടാകും. അവർ സന്തോഷവതിയാണ്, വളരെ സന്തോഷവതിയാണ്. ഒത്തിരി നന്ദിയുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ ചർച്ച ഏകദേശം എല്ലാ കാര്യങ്ങളും കഴിഞ്ഞു. ഇനി ലിജോ ജോസ് പെല്ലിശ്ശേരി സംവിധാനം ചെയ്യുന്ന മലൈക്കോട്ട വാലിബൻ, മോഹൻലാൽ സംവിധാനം ചെയ്യുന്ന ബറോസ് എന്നീ ചിത്രത്തിന്റെ വിശേഷങ്ങളുമായി വീണ്ടും വരും. നമസ്കാരം. നമസ്കാരം. താങ്ക് യു. പോലീസ് സ്റ്റേഷൻ സിയാണ് എവിടെ? ഇതാണ് സർ. ക്രൈം നമ്പർ 2752/2022 തുമ്പ പോലീസ് സ്റ്റേഷൻ. പ്രതി മൈക്കിൾ. സംഭവം നടന്നതിന് തലേ ദിവസം പ്രതി തൊട്ടടുത്ത വീട്ടിൽ വന്ന് താമസിച്ചതിന് സാക്ഷികളുണ്ട്. മോളെ വിഷമിക്കരുത്, ഇതുകൊണ്ടൊന്നും കേസ് തീരുന്നില്ലല്ലോ. നമ്മൾ ഫൈറ്റ് ചെയ്യും. സ്പെഷ്യൽ പിപിയുടെ പേരെന്താ പറഞ്ഞ? സർ, ഏതൊരു വിജയമോഹൻ എന്നറിഞ്ഞു. വർഷങ്ങളായി അയാൾ പ്രാക്ടീസ് പോലും ചെയ്യുന്നില്ല. ഒരു ട്രയലൊക്കെ നടത്തുക എന്ന് പറഞ്ഞ സർ, ഐ എം നോട്ട് ഫിറ്റ് ഫോർ ദിസ് കേസ്. എനിക്കറിയാം സർ, നമ്മൾ ഈ കേസ് ജയിക്കും. ഐ ക്യാൻ സെൻസ് ഇറ്റ്. വർഷങ്ങളായി ഞാനൊരു ട്രയൽ അറ്റൻഡ് ചെയ്തിട്ട് ഐ ലോസ്റ്റ് ദാറ്റ് ടച്ച്. ഐ എം നോട്ട് കോൺഫിഡൻറ്റ് എനിമോർ. കുട്ടിക്ക് അന്നത്തെ ദിവസം ഒന്ന് ഓർത്തെടുക്കാൻ പറ്റും? യുവർ ഓണർ, ദിസ് ഇസ് പ്രിപ്പോസ്റ്ററസ്. കേസ് വിജയിക്കില്ല എന്ന് മനസ്സിലായപ്പോൾ ജാമ്യം റദ്ദാക്കാനായി ഒരു കള്ള കേസുമായി വന്നിരിക്കുന്നു. മിസ്റ്റർ വിജയമോഹൻ, I will not entertain this kind of practice in my court. No, Your Honor, you cannot intimidate the witness. I am not intimidating. You couldn't see it coming. അതെ, എനിക്ക് അതിനുള്ള കഴിവില്ല. അതുകൊണ്ട് ഈ കേസ് ഞാൻ എടുക്കുന്നില്ലെന്ന് പറഞ്ഞ. സാക്ഷിയോട് എങ്ങനെ ചോദ്യങ്ങൾ ചോദിക്കണമെന്ന് ഞാൻ തീരുമാനിക്കും. You keep quiet and sit. നിങ്ങളുടെ ഈ കഥ കോടതി വിശ്വസിക്കാത്തതിന് ഞാൻ എന്ത് ചെയ്യാൻ? മിണ്ടരുത് എന്നോട്. നിങ്ങൾ ഒരൊറ്റ ആള് കാരണം ഇതല്ല. കേരളത്തിൽ ഒരു കോടതി രാത്രി സിറ്റിംഗ് നടത്തുന്നു എന്ന അസാധാരണമായിട്ടുള്ള സംഭവമാണ് അരുൺ ഇപ്പോൾ ഇവിടെ നടക്കുന്നത്. അപ്പൊ നമ്മൾ ഈ കേസ് ജയിക്കില്ല അല്ലേ സർ? ആസ് എ ലോയർ ഈ കേസിന്റെ വിജയ പരാജയങ്ങളെ കുറിച്ച് പറയാൻ ഞാൻ ആളല്ല.